Customs Officer, Income Tax Inspector, Central Excise Inspector, CBI Sub Inspector, Assistant Enforcement Officer, Assistant in Intelligence Bureau തുടങ്ങി വിവിധ ജോലികളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. Dear friends, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഏറ്റവും വലിയ പരീക്ഷയായ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിലൂടെ ലഭിക്കുന്ന വിവിധ ജോലികളെക്കുറിച്ചാണ്. ഓരോ ജോലിയുടെയും സാലറി, പ്രൊമോഷൻ ആസ്പെക്ട്സ്, ജോബ് നേച്ചർ തുടങ്ങി നിങ്ങൾക്ക് അറിയേണ്ടതെല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഈ വീഡിയോ മുഴുവൻ കാണുക. സോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. What are the various jobs through SSC CGL exam? കേന്ദ്ര ഗവൺമെന്റിലെ വിവിധ ഗ്രൂപ്പ് ബി ഗസറ്റഡ്, ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ്, ഗ്രൂപ്പ് സി കാറ്റഗറി പോസ്റ്റുകളിലേക്കാണ് SSC CGL എക്സാമിലൂടെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. അപ്പം നമുക്കതിൽ ഏതെല്ലാമാണ് പോസ്റ്റ് എന്ന് ഡീറ്റെയിൽ ആയി തന്നെ നോക്കാം. CGL എക്സാമിലെ ഒരേ ഒരു ഗസറ്റഡ് പോസ്റ്റാണ് AAO, അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓർ അക്കൗണ്ട്സ് ഓഫീസർ. അത് പേ ലെവൽ 7th പേ കമ്മീഷൻ്റെ പേ ലെവൽ 8 വരുന്നതാണ്. അതിൻ്റെ സാലറി ഓൾമോസ്റ്റ് നിയർ അബൌട്ട് 60,000 രൂപയാണ് ഒരു ആവറേജ്, ഇന്ത്യൻ ആവറേജ് വരുന്നത്. അത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CA&AG ഡിപ്പാർട്ട്മെൻറ്റിലാണ് കൂടുതൽ പോസ്റ്റും വരുന്നത്. അതുപോലെ മറ്റ് CGA പോലുള്ള CGDA പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റിലും ഇതേ AAO എന്ന് പറഞ്ഞ പോസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ പ്രൊമോഷൻ ആസ്പെക്ട്സ് പറഞ്ഞാൽ അടുത്തത് AO ആണ്, ദെൻ സീനിയർ AO, DAG എക്സെട്ര. അങ്ങനെയാണ് അതിൻ്റെ പ്രൊമോഷൻ ഓർഡേഴ്സ് വരുന്നത്. അതിൽ ജോബ് നേച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഡെസ്ക് ജോബാണ് നമുക്ക് ഉണ്ടാവുക. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ് സ്റ്റേറ്റ്, ആ സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സ്പെൻസുകളെല്ലാം ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെ മെയിൻ ഡ്യൂട്ടി ആയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ട്രാവലിംഗ് ധാരാളമായിട്ടുണ്ടാവും. അതുകൊണ്ട് പിന്നെ മാത്രമല്ല നമ്മൾക്കായിരിക്കും ഡിസിഷൻ മേക്കിങ്ങിൽ നല്ല പവേഴ്സും തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. പിന്നെ അതിൻ്റെ പോസ്റ്റിംഗ് വരുന്നത് എനിവെയർ ഇൻ ഇന്ത്യ ആണ്. ഇപ്പോൾ ഈ പറഞ്ഞ CA&AG അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓഫീസുകളിലുള്ള സ്ഥലത്തെല്ലാം നമുക്ക് പോസ്റ്റിംഗ് ഉണ്ടാവും. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ എനിവെയർ ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ നമുക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ളൊരു പോസ്റ്റാണ്. നിയർ അബൌട്ട് 600, മേ ബി 600-നേക്കാട്ടും പുറത്ത് ചിലപ്പോൾ വേക്കൻസീസ് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. CGL പരീക്ഷയിൽ തന്നെ മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ് ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ്. അതിലൊരു റീസൺ 2 കാരണങ്ങളാണ്. ഒന്ന്, നമുക്ക് നമ്മുടെ വേണ്ട സ്റ്റേറ്റിൽ തന്നെ അധികം പോസ്റ്റിംഗ് ലഭിക്കുകയും ചെയ്യും. പ്രൊമോഷൻ ചാൻസും വളരെ കൂടുതലാണ്. അപ്പം ഇതിൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ 7th പേ കമ്മീഷനിലെ പേ ലെവൽ 7 വരുന്നതാണ്. നിയർ അബൌട്ട് 55,000 to 60,000 ആയിരിക്കും നമ്മളുടെ സാലറി വരിക. അഡീഷണൽ ആയിട്ട് നമുക്ക് എന്താ പറയുക, പെട്രോൾ അലവൻസ്, അതുപോലെ സിം കാർഡ്, മറ്റ് ബെനിഫിറ്റുകളും തീർച്ചയായിട്ടും ഇതിലുണ്ട്. പ്രൊമോഷൻസ് പറഞ്ഞാൽ വളരെ ഫാസ്റ്റാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് ഇൻസ്പെക്ടറായിട്ട് ജോയിൻ ചെയ്തു. നെക്സ്റ്റ് പ്രൊമോഷൻ പറഞ്ഞാൽ ITO, ഇൻകം ടാക്സ് ഓഫീസറാണ്. നമുക്കൊരു 3 to 4 ഇയേഴ്സ് കൊണ്ട് നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എക്സാം പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ആവാൻ പറ്റും. ദെൻ അനദർ 10 to 12 ഇയേഴ്സ് കൊണ്ട് അസിസ്റ്റൻറ്റ് കമ്മീഷണർ AC ആവാൻ പറ്റും. ദെൻ ഡെപ്യൂട്ടി കമ്മീഷണർ 4 ഇയേഴ്സ് കഴിഞ്ഞാൽ ഡെപ്യൂട്ടി കമ്മീഷണർ, ദെൻ ജോയിൻറ്റ് കമ്മീഷണർ എക്സെട്ര. അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതിൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇപ്പോൾ നിങ്ങൾക്ക് സിവിൽ സർവീസ് ഡ്രീമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് സിവിൽ സർവീസിലൂടെ ലഭിക്കുന്ന IRS, ഇന്ത്യൻ റവന്യൂ സർവീസ്, അവർ ഡയറക്റ്റായിട്ട് കയറുന്നത് അസിസ്റ്റൻറ്റ് കമ്മീഷണർ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പോസ്റ്റിലൂടെ നമുക്ക് സെക്കൻഡ് പ്രൊമോഷനായിട്ട് നമുക്ക് അസിസ്റ്റൻറ്റ് കമ്മീഷണർ ആകാൻ പറ്റും. മാത്രമല്ല IRS കൺഫർ ചെയ്ത് കിട്ടുകയും ചെയ്യും. അതായത് ഒരു ഇൻസ്പെക്ടറായിട്ട് കയറിയിട്ട് ഒരു 14 to 15 ഇയേഴ്സ് കൊണ്ട് 15 വർഷം കൊണ്ട് നിങ്ങൾക്ക് AC ആവാൻ പറ്റും. IRS കൺഫർ ചെയ്ത് കിട്ടുകയും ചെയ്യും. അപ്പം പ്രൊമോഷൻസ് പിന്നെ സ്റ്റേറ്റ് വൈസ് അത് ഡിപ്പെൻഡാണ്. ചില സ്റ്റേറ്റുകളിൽ ഫാസ്റ്റാണ്. നമ്മൾ കേരളത്തിലൊക്കെ ഇപ്പോൾ എന്തായാലും ഫാസ്റ്റാണ് പ്രൊമോഷൻസ് ഉള്ളത്. എൻ്റെ ജോബ് നേച്ചർ എന്ന് പറഞ്ഞാൽ ക്ലറിക്കൽ ജോബാണ്. ആൻഡ് അത് ക്ലറിക്കൽ ആൻഡ് എക്സിക്യൂട്ടീവ് രണ്ടും ഉണ്ട്. നമ്മുടെ മെയിൻ എന്താ പറയുക ജോലി എന്ന് പറഞ്ഞാൽ ഡിറ്റക്ഷൻ ഓഫ് ടാക്സ് ഇവേഷൻ, ഇൻകം ടാക്സ് ഇവേഷൻ കണ്ടുപിടിക്കുക, റിട്ടേൺസ് സ്ക്രൂട്ടിനി ചെയ്യുക, അങ്ങനെയുള്ള ജോലികളാണ്. നല്ല റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ജോലിയാണ്. പോസ്റ്റിംഗ് ഞാൻ പറഞ്ഞു, നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് എനിവെയർ ഇൻ ഇന്ത്യ ആണെങ്കിലും നമുക്ക് നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ പോസ്റ്റിംഗ് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ വേക്കൻസീസ് അപ്രോക്സിമേറ്റ്ലി എല്ലാ വർഷവും 300-400ഓളം വേക്കൻസീസ് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. CGL എക്സാമിൽ വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള മറ്റൊരു പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലേക്കാണ് നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നമുക്ക് ലഭിക്കുന്നത്. അതിന് വേറൊരു കാര്യം, ഇതിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലേക്ക് ഹയർ പോസ്റ്റുകളിലേക്കുള്ള എല്ലാ റിക്രൂട്ട്മെൻറ്റും ഡെപ്യൂട്ടേഷൻ വഴിയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഒരു ഓഫീസർ പോസ്റ്റിലേക്കുള്ള ഒരേ ഒരു റിക്രൂട്ട്മെൻറ്റുള്ള ഈ ഒരു പോസ്റ്റ് മുഖാന്തരം മാത്രമാണ് അസിസ്റ്റൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ. അത് തന്നെ സാലറി വരുന്നത് നമുക്ക് പേ ലെവൽ 7th പേ കമ്മീഷൻ പേ ലെവൽ 7 വരുന്നത്. നിയർ അബൌട്ട് 55,000 to 60,000 ആയിരിക്കും നമ്മുടെ സാലറി വരിക.
അതുപോലെ തന്നെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രൊമോഷൻ വളരെ ഫാസ്റ്റാണ്. ആദ്യം എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ വിത്തിൻ 3 years കൊണ്ട് തന്നെ നമുക്ക് ആവാൻ പറ്റും. ദെൻ അസിസ്റ്റൻറ്റ് ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ, അങ്ങനെയാണ് നമുക്ക് പ്രൊമോഷൻ സ്കോപ്പുകളുള്ളത്. പിന്നെ ജോബ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഒരു ക്ലറിക്കൽ ആൻഡ് എക്സിക്യൂട്ടീവ് ലെവൽ പോസ്റ്റുകളാണ് നമുക്ക് ഉണ്ടാവുക. മാത്രമല്ല നമുക്ക് ഈ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലായിട്ടുള്ള നല്ലൊരു എന്താ പറയുക കോൺടാക്റ്റ് കണക്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടൊക്കെ നല്ല കണക്ഷൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ജോബ് പ്രൊഫൈലിൽ മെയിനായിട്ട് വരുന്നത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആണ്. നല്ല റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ജോലി തന്നെയാണ്. അതുപോലെ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കീഴിൽ ഓൾമോസ്റ്റ് ഒരു 21 സിറ്റീസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഓഫീസുകളുണ്ട്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ കൊച്ചിയിലും കോഴിക്കോടും ഓഫീസുണ്ട്. സോ അങ്ങനെയുള്ള സിറ്റീസിലാണ് നമുക്ക് പോസ്റ്റിംഗ് ലഭിക്കുക. പക്ഷേ നമുക്ക് ട്രാൻസ്ഫർ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ആണ്. നമുക്ക് എവിടേക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ നമുക്ക് ലഭിക്കാം. നിയർ അറൗണ്ട് 30, 35, 25 അങ്ങനെ ഒരു 25 to 35 റേഞ്ചിലാണ് നമുക്ക് അധിക വർഷങ്ങളിലും വേക്കൻസീസ് ഉണ്ടാവാറുള്ളത്. ഈ ഒരു എക്സാമിലെ അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള മറ്റൊരു പോസ്റ്റാണ് എക്സാമിനർ ഇൻ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിൽ CBIC സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിൽ എക്സാമിനർ എന്ന് പറഞ്ഞ പോസ്റ്റ്. ഇപ്പോൾ എക്സാമിനർ എന്ന് പറഞ്ഞ പോസ്റ്റ് നമുക്ക് ജോലി ലഭിക്കുക സീപോർട്ടുകളിലാണ് മെയിനായിട്ടും ജോലി ഉണ്ടാവുക. സീപോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കൊച്ചി ഉണ്ട്, ചെന്നൈ ഉണ്ട്, മുംബൈ ഉണ്ട്, അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് നമുക്ക് എന്ത് ചെയ്യുക ഈ ജോലി ലഭിക്കുക സീപോർട്ടിൽ. അതിൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ 7th പേ കമ്മീഷനിൽ പേ ലെവൽ 7 തന്നെയാണ് വരുന്നത്. പിന്നെ അതിൻ്റെ പ്രൊമോഷൻ ചാൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ അപ്രൈസറാണ്. അത് നമുക്ക് വിത്തിൻ 3 years കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അപ്രൈസറായിട്ട് നമുക്ക് പ്രൊമോഷൻ ലഭിക്കും. ആൻഡ് വിത്തിൻ 10 to 12 years കൊണ്ട് അത് അടുത്ത പ്രൊമോഷൻ അസിസ്റ്റൻറ്റ് കമ്മീഷണർ ആകാൻ പറ്റും, അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് കസ്റ്റംസ്, ദെൻ ഡെപ്യൂട്ടി കമ്മീഷണർ, JC ജോയിൻറ്റ് കമ്മീഷണർ, ADC അഡീഷണൽ കമ്മീഷണർ, അങ്ങനെ ആയിരിക്കും പ്രൊമോഷൻസ് വരിക. സോ ഇതിൽ പ്രൊമോഷൻ ചാൻസ് വളരെ ഫാസ്റ്റാണ്. ഒരു 3 വർഷം കൊണ്ട് തന്നെ നമുക്ക് അപ്രൈസർ ആകാൻ പറ്റും. ദെൻ ഒരു 10 to 12 വർഷം കൊണ്ട് അസിസ്റ്റൻറ്റ് കമ്മീഷണർ ആകാൻ പറ്റും. സോ അസിസ്റ്റൻറ്റ് കമ്മീഷണർ ആയി കഴിഞ്ഞാൽ സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്ത് വരുന്ന സെയിം റാങ്കിലുള്ള IRS നമുക്കിവിടെ കൺഫർ ചെയ്ത് കിട്ടും. അതായത് നിങ്ങൾക്കൊരു ഇൻകം ടാക്സ് പറഞ്ഞതുപോലെ തന്നെ ഒരു 15 വർഷം കൊണ്ട് തന്നെ നമുക്ക് IRS കൺഫർ ചെയ്ത് നമുക്ക് കിട്ടും. സോ പ്രൊമോഷൻ ചാൻസ് വളരെ ഫാസ്റ്റാണ്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഡിമാൻഡിങ് ആണ്. ജോബ് നേച്ചർ എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് ജോബാണ് നമുക്ക് ഇവിടെയും വരുന്നത്. ടാക്സ് ഇവേഷൻസ് ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മെയിൻ ഡ്യൂട്ടി വരിക. പിന്നെ അതിൻ്റെ പോസ്റ്റിംഗ് ഞാൻ പറഞ്ഞു, നമുക്ക് ഇങ്ങനത്തെ കോസ്റ്റൽ സിറ്റീസിലാണ്, നമുക്ക് സീപോർട്ടുകളുള്ള സിറ്റീസിലാണ് നമുക്ക് ഇതിൻ്റെ പോസ്റ്റിംഗ് വരിക. നമുക്ക് കേരളത്തിലാണ് കൊച്ചിയിൽ പോസ്റ്റിംഗ് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. വേക്കൻസീസും അതുകൊണ്ട് വളരെ കൂടുതലില്ല, അറൗണ്ട് 100 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് അധിക വർഷവും വേക്കൻസീസ് ഉണ്ടാവാറുള്ളത്. അടുത്ത ജോലി പ്രിവെൻറ്റീവ് ഓഫീസർ ഇൻ കസ്റ്റംസ്, CBIC സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിൽ പ്രിവെൻറ്റീവ് ഓഫീസർ. ഇതും നമ്മൾ എക്സാമിനർ പറഞ്ഞതുപോലെ തന്നെ വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള ജോലിയാണ്, ഒരു ജോബാണ്. നമ്മൾ ഒരേ ഡിപ്പാർട്ട്മെൻറ്റിലെ 2ാമത്തെ പോസ്റ്റാണ് എക്സാമിനർ. അതുപോലെ തന്നെ വരുന്ന വേറൊരു പോസ്റ്റാണ് പ്രിവെൻറ്റീവ് ഓഫീസർ. ഇതും സാലറി സെയിം പേ ലെവൽ 7 തന്നെ വരുന്നതാണ്. ആൻഡ് ഇതിൻ്റെ പ്രൊമോഷൻ ചാൻസ് പറഞ്ഞാൽ ഫസ്റ്റ് പ്രൊമോഷൻ സൂപ്രണ്ടൻ്റ് ആണ്, ദെൻ അസിസ്റ്റൻറ്റ് കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ, ജോയിൻറ്റ് കമ്മീഷണർ, ദെൻ അഡീഷണൽ കമ്മീഷണർ എക്സെട്ര അങ്ങനെയാണ്. അതിൻ്റെ ഫസ്റ്റ് പ്രൊമോഷൻ നമുക്ക് മിനിമം ക്വാളിഫൈ 8 years 8 വർഷമെങ്കിലും എന്തായാലും നമുക്ക് വേണ്ടി വരും ഫസ്റ്റ് പ്രൊമോഷനായ സൂപ്രണ്ടൻ്റ് കിട്ടാൻ. സോ ഒരേ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള 2ാമത്തെ പോസ്റ്റ് ആണെങ്കിലും ഇവിടെ പ്രൊമോഷൻ ചാൻസ് കുറച്ച് കുറവാണ്. 8 years ആയാൽ നമുക്ക് തീർച്ചയായിട്ടും സൂപ്രണ്ട് ആവാം. അത് 12 to 13 years ആയാൽ നമുക്ക് ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണർ ആകാൻ പറ്റും. സോ നിയർ അബൌട്ട് ഒരു 22 years കൊണ്ട് നമുക്ക് AC അസിസ്റ്റൻറ്റ് കമ്മീഷണർ ആവാൻ പറ്റും. സോ അപ്പോൾ നമുക്ക് സിവിൽ സർവീസിലൂടെ കിട്ടുന്ന IRS കൺഫർ ചെയ്ത് കിട്ടുകയും ചെയ്യും. ആൻഡ് സോ അങ്ങനെയാണ് അതിൻ്റെ പ്രൊമോഷൻ ചാൻസ് വരുന്നത്. ദെൻ ഇതിൻ്റെ ജോബ് നേച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എക്സിക്യൂട്ടീവ് ലെവൽ ജോബാണ്. നമുക്ക് ടാക്സ് ഇവേഷൻസ്, കസ്റ്റംസ് ഡ്യൂട്ടി അത് ഡിറ്റക്ട് ചെയ്യുക, ആരൊക്കെയാണ് ഇവേഡ് ചെയ്യുന്നത് ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മളെ ജോലി വരിക. അതുകൊണ്ട് നമുക്ക് പോസ്റ്റിംഗ് ഉണ്ടാവുക സീപോർട്ടും എയർപോർട്ടും ഉള്ള സ്ഥലത്താണ്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കൊച്ചി അല്ലെങ്കിൽ ചെന്നൈ, മുംബൈ, അപ്പോൾ അവിടെ സീപോർട്ടും എയർപോർട്ടും ഉണ്ട്. നമുക്ക് 2 സ്ഥലത്തും നമുക്ക് പോസ്റ്റിംഗ് ഉണ്ടാവാറുണ്ട്. ആൻഡ് വേക്കൻസി അപ്രോക്സിമേറ്റ്ലി ഒരു 200-250 റേഞ്ചിൽ നമുക്ക് എല്ലാ വർഷവും വേക്കൻസീസ് ഉണ്ടാവാറുണ്ട്. അടുത്ത പോസ്റ്റാണ് ഇൻസ്പെക്ടർ ഓഫ് സെൻട്രൽ എക്സൈസ്, ഇൻസ്പെക്ടർ ഇൻ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. സോ അതിൽ അതായത് ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ 3ാമത്തെ പോസ്റ്റാണ് എക്സാമിനർ, പ്രിവെൻറ്റീവ് ഓഫീസർ, ദെൻ ഇൻസ്പെക്ടർ. അപ്പം
ഈ ഒരു അതിൻ്റെ സാലറി ഞാൻ പറഞ്ഞു നേരത്തെ സെയിം ആണ്, പേ ലെവൽ 7 തന്നെയാണ് വരുന്നത്. എല്ലാത്തിനെയും സാലറി സിമിലർ തന്നെയാണ് വരുന്നത്. പ്രൊമോഷൻ ചാൻസ് പറഞ്ഞാൽ ഫസ്റ്റ് പ്രൊമോഷൻ സൂപ്രണ്ടൻ്റ് ആണ്, സെക്കൻഡ് പ്രൊമോഷൻ AC അസിസ്റ്റൻറ്റ് കമ്മീഷണർ, തേർഡ് പ്രൊമോഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ, ദെൻ ജോയിൻറ്റ് കമ്മീഷണർ, അഡീഷണൽ കമ്മീഷണർ എക്സെട്ര. പക്ഷേ മറ്റ് 2 പോസ്റ്റിനെ അപേക്ഷിച്ച് പ്രൊമോഷൻ ചാൻസ് വളരെ കുറച്ചും കൂടി കുറവാണ് ഈ ഒരു പോസ്റ്റിന്. ആൻഡ് ഫസ്റ്റ് പ്രൊമോഷൻ നിയർ അബൌട്ട് ഇൻസ്പെക്ടറായിട്ട് കയറി കഴിഞ്ഞാൽ നമുക്കൊരു 12, 13, 14 വർഷം, ചിലപ്പോൾ ഒരു 15 ഇയേഴ്സൊക്കെ ആവാറുണ്ട് ഫസ്റ്റ് പ്രൊമോഷൻ സൂപ്രണ്ടൻ്റ് ആവാൻ. അനദർ 15 ഇയേഴ്സ് എടുക്കും ചിലപ്പോൾ നമുക്ക് സെക്കൻഡ് പ്രൊമോഷൻ കിട്ടാൻ. സോ പ്രൊമോഷൻ ചാൻസ് കുറച്ച് കുറവാണ് നമുക്ക് ഈ പോസ്റ്റിനുള്ളത്. അറൗണ്ട് ഒരു 30 ഇയേഴ്സ് എടുത്താലും നമുക്ക് അസിസ്റ്റൻറ്റ് കമ്മീഷണർ ആവാൻ പറ്റില്ല. അസിസ്റ്റൻറ്റ് കമ്മീഷണർ ആയാൽ നമുക്ക് IRS ഇന്ത്യൻ റവന്യൂ സർവീസ് ആൻഡ് കസ്റ്റംസ് CBISയിൽ നമുക്ക് എന്ത് ചെയ്യും, കൺഫർ ചെയ്ത് കിട്ടും. ആൻഡ് എൻ്റെ ജോബ് പ്രൊഫൈലിൽ ക്ലറിക്കൽ ജോബും ഉണ്ട്, എക്സിക്യൂട്ടീവ് ലെവൽ ജോബ്സും ഉണ്ട്. മാത്രമല്ല നമുക്ക് ഇതിനകത്ത് വരുന്നത് നിങ്ങൾക്ക് ജോലി ഇപ്പോൾ നമുക്ക് സെൻട്രൽ GST ഡിപ്പാർട്ട്മെൻറ്റിലും അതുപോലെ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിലും രണ്ടിലും നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ്. GSTയിലും എക്സിക്യൂട്ടീവ് ക്ലറിക്കൽ ജോബ് ഉണ്ടാവും. അതുപോലെ കസ്റ്റംസിലാണെങ്കിൽ ഇപ്പോൾ എയർപോർട്ടുകൾ മാത്രമുള്ള സ്ഥലം, ഇപ്പോൾ കണ്ണൂർ അതുപോലെ കോഴിക്കോട് ഒക്കെ സ്ഥലത്തൊക്കെ സീപോർട്ട് ഇല്ല. സോ അവിടെയൊക്കെ എയർപോർട്ടിൽ ഉണ്ടാവുക പ്രിവെൻറ്റീവ് ഓഫീസറും എക്സാമിനേഴ്സും അല്ല, അവിടെ ഉണ്ടാവുക ഇൻസ്പെക്ടേഴ്സ് തന്നെയാണ്, ഇൻസ്പെക്ടർ ഓഫ് സെൻട്രൽ എക്സൈസ് അവർ തന്നെയാണ് അവിടെ ഉണ്ടാവുക. നമുക്കതുപോലെ GST വിങ്ങിലും വർക്ക് ചെയ്യാൻ സാധിക്കും. സോ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഡിറ്റക്ഷൻ ഓഫ് ടാക്സ് ഇവേഷൻസ് തന്നെയാണ്. ആൻഡ് അതിൻ്റെ പോസ്റ്റിംഗ് അതാണ് കുറച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ളത്. മറ്റ് പോസ്റ്റിങ്ങിനെ അപേക്ഷിച്ച് പ്രിവെൻറ്റീവ് ഓഫീസറോ എക്സാമിനറെയും അപേക്ഷിച്ച് നമുക്ക് പോസ്റ്റിംഗ് സ്വന്തം നാട്ടിൽ തന്നെ കിട്ടാൻ വളരെ ചാൻസ് ഉള്ള, സ്വന്തം സ്റ്റേറ്റിൽ തന്നെ കിട്ടാൻ വളരെ ചാൻസ് ഉള്ളൊരു പോസ്റ്റാണ് ഇൻസ്പെക്ടർ ഓഫ് സെൻട്രൽ എക്സൈസ്, അതായത് ഇൻസ്പെക്ടർ ഇൻ CBIC. നിങ്ങൾക്ക് നാട്ടിൽ തന്നെ എന്തായാലും ജോലി ലഭിക്കും. ആൻഡ് അറൗണ്ട് വേക്കൻസീസും വളരെ കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. 2000-ന് പുറത്ത് വേക്കൻസീസ് അധിക വർഷങ്ങളിലും ഉണ്ടാവാറുണ്ട്. ഈ ഒരു പരീക്ഷയിലെ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള വളരെ ചാമിങ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് സബ് ഇൻസ്പെക്ടർ ഇൻ CBI എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യാൻ എനിക്ക് തോന്നുന്നു എന്താ പറയുക, നല്ല യങ് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും, താല്പര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ CBIയിലേക്ക് ഇങ്ങനൊരു എക്സിക്യൂട്ടീവ് നല്ലൊരു പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന ഒരേ ഒരു എക്സാം നമ്മുടെ ഈ എക്സാമാണ്. ഇൻ ഹയർ ലെവൽ നമ്മൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറഞ്ഞ പോലെ ഡെപ്യൂട്ടേഷനിലൂടെയാണ് നടക്കുന്നത്. സോ ലോവർ ലെവലിലുള്ള ഈ ഒരു സബ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റാണ് നമുക്കൊരു എന്താ പറയുക എക്സിക്യൂട്ടീവ് ലെവലിലേക്കുള്ള നല്ലൊരു ഓഫീസർ കാറ്റഗറി പോസ്റ്റിലേക്ക് ഉള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. സാലറി സെയിം 7th പേ കമ്മീഷൻ പേ ലെവൽ 7 തന്നെയാണ് വരുന്നത്. ദെൻ അതിൻ്റെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രൊമോഷൻ ഇൻസ്പെക്ടറാണ്, ദെൻ ഡെപ്യൂട്ടി സൂപ്രണ്ടൻറ്റ്, ദെൻ സൂപ്രണ്ടൻറ്റ്, ദെൻ സീനിയർ സൂപ്രണ്ടൻറ്റ് എക്സെട്ര. അങ്ങനെയാണ് അതിൻ്റെ പ്രൊമോഷൻസ് വരിക. സോ നമുക്കൊരു സബ് ഇൻസ്പെക്ടറായിട്ട് അറൗണ്ട് ഒരു 5 വർഷം കൊണ്ട് തന്നെ നമുക്ക് ഇൻസ്പെക്ടേഴ്സ് ആവാൻ പറ്റും. ദെൻ ബാക്കി പ്രൊമോഷൻസ് അതിനനുസരിച്ച് 5, 6 or 7 ഇയേഴ്സ് കൊണ്ട് നമുക്ക് മറ്റ് പ്രൊമോഷൻസ് ഉണ്ടാവും. സോ CBI എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മറ്റേതൊരു ഡിപ്പാർട്ട്മെൻറ്റിനെക്കാളും കുറച്ചും കൂടി എല്ലാം നല്ലതാണ്. എന്നിരുന്നാലും കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ വിങ് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ്. നമ്മുടെ രാജ്യത്തിന് തന്നെ ഏറ്റവും മികച്ച ഒരു ഓർഗനൈസേഷനാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അതുകൊണ്ട് തന്നെ എൻ്റെ ജോബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം സിമിലർ ടു സ്റ്റേറ്റ് പോലീസ് ജോബ് ഏകദേശം പറയാം. ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ജോബാണ്. നിങ്ങൾ സബ് ഇൻസ്പെക്ടേഴ്സായിട്ട് നിങ്ങൾ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുക 32 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിനിങ് ആണ്. നമ്മളൊരു നോർമൽ പേഴ്സണെ ഒരു CBI SI ആക്കി മാറ്റണം. സോ അതിനുള്ള എല്ലാ ട്രെയിനിങ് കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. നിയർ അബൌട്ട് 7 മാസത്തിൻ്റെ അപ്പുറത്ത് 7 മാസത്തിൻ്റെ അടുത്തുണ്ടാവുന്ന ട്രെയിനിങ് ആണിത്. സോ അത് നിങ്ങളെ നല്ലൊരു CBI ഓഫീസറാക്കി ഡെഫിനറ്റായിട്ടും മാറ്റും. പോസ്റ്റിംഗ് നമുക്ക് പറയാൻ പറ്റില്ല, ഓൾ ഓവർ ഇന്ത്യ. നമുക്കൊരു കേസ് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ സ്റ്റേറ്റുകളിലും നമുക്ക് പോസ്റ്റിംഗ് വരാം. എന്നിരുന്നാലും ഇനീഷ്യൽ പോസ്റ്റിംഗ് ഡൽഹിയിലാണ് ഉണ്ടാവാറുള്ളത്. വേക്കൻസീസും എല്ലാ വർഷവും വളരെ കുറവാണ്. 30, 40, 50 ആ റേഞ്ചിലാണ് അധിക വർഷങ്ങളിലും വേക്കൻസീസ് ഉണ്ടാവാറുള്ളത്. അടുത്തത് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ ഓർ അസിസ്റ്റൻറ്റ് ഇൻ വേരിയസ് മിനിസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അത് ഞാനിപ്പോൾ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റൊക്കെയാണ് ഞാനെല്ലാം ഒരുമിച്ചാണ് ആക്കിയത്. പോസ്റ്റ് സെയിം ആണ്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഉണ്ട്, ഇൻ്റലിജൻസ് ബ്യൂറോ ഉണ്ട്, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഉണ്ട്, മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ഉണ്ട്, പിന്നെ സെൻട്രൽ സെക്രട്ടറി സർവീസ് CSS ഉണ്ട്, AFHQ ആംഡ് ഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്, പിന്നെ അതർ മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇങ്ങനത്തെ സ്ഥലത്തേക്കുള്ള അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റും നമ്മുടെ ഈ ഒരു എക്സാമിലൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മറ്റ് സാലറി കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. സാലറി നമ്മൾ പറഞ്ഞ പോലെ തന്നെ 7th പേ കമ്മീഷനിൽ പേ ലെവൽ 7 തന്നെയാണ് വരുന്നത്. ആൻഡ് ദെൻ
പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ ASO ആണ്, ദെൻ സെക്ഷൻ ഓഫീസർ ആവും, ദെൻ അണ്ടർ സെക്രട്ടറി, ദെൻ ഡെപ്യൂട്ടി സെക്രട്ടറി എക്സെട്ര. ആൻഡ് ഇതിൽ പ്രൊമോഷൻ കുറച്ച് ഫാസ്റ്റാണ്. നമുക്കൊരു 3 to 5 years കൊണ്ട് തന്നെ സെക്ഷൻ ഓഫീസർ ആകാൻ പറ്റും. അത് ഗസറ്റഡ് പോസ്റ്റാണ്. ദെൻ ഒരു 10 years കൊണ്ട് നമുക്ക് അണ്ടർ സെക്രട്ടറി ആകാൻ പറ്റും. ദെൻ അതൊരു ഗ്രൂപ്പ് A കാറ്റഗറി പോസ്റ്റാണ്. നമുക്ക് തീർച്ചയായിട്ടും പ്രൊമോഷൻ ചാൻസ് ഇതിൽ വളരെ ഫാസ്റ്റാണ്. എസ്പെഷ്യലി CSS സെൻട്രൽ സെക്രട്ടറി സർവീസിലാണെങ്കിൽ പ്രൊമോഷൻ ചാൻസ് ഒന്നുകൂടെ നല്ല ഫാസ്റ്റാണ്. ഇതിൻ്റെ ജോബ് നേച്ചർ എന്ന് പറഞ്ഞാൽ കൂടുതലും ക്ലറിക്കൽ അല്ലെങ്കിൽ ഫയൽ വർക്കുകളാണ് കൂടുതലായിട്ടും നമുക്ക് ഉണ്ടാവുക. നമുക്കിപ്പോൾ ഇപ്പോൾ മിനിസ്ട്രീസിലൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്ക് ഫയൽ വർക്കുകളാണ് കൂടുതലായിട്ടും ഉണ്ടാവുക. ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള ജോബ് തന്നെയാണ്. ആൻഡ് പോസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് മെജോറിറ്റി ഓഫ് പോസ്റ്റിംഗ് ഇൻ ഡൽഹി തന്നെയാണ്. അപ്പോൾ നമുക്ക് CS അസിസ്റ്റൻ്റ് ആണ് കൂടുതലായിട്ടുണ്ടാകുന്ന വേക്കൻസീസ്, അതൊക്കെ കൂടുതലും ഡൽഹി തന്നെയാണ് ഉണ്ടാവാറുള്ളത്. എന്നിരുന്നാലും ഇപ്പോൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, അത് ഈ ഒരു പരീക്ഷയിൽ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിൽ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ ASO എന്ന് പറഞ്ഞ പോസ്റ്റ്. കാരണം നമുക്കിതിന് വിദേശ രാജ്യങ്ങളിൽ നമുക്ക് ഇന്ത്യൻ എംബസിയിൽ വരെ നമുക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. നമുക്ക് ഇന്ത്യയിലും വിദേശത്തും ഒരുപോലെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പേർക്ക് എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ജോലിയാണ് ഈ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റ്, അസിസ്റ്റൻറ്റ് ASO എന്ന് പറഞ്ഞ പോസ്റ്റ്. അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡിങ്ങും ആണ്. പിന്നെ ഡിമാൻഡിങ് ആയിട്ടുള്ളത് ഇൻ്റലിജൻസ് ബ്യൂറോ IBയിൽ അസിസ്റ്റൻറ്റ് ASO ആണ്. അതും വളരെ ഡിമാൻഡിങ് തന്നെയാണ്. സോ അതിനൊക്കെ നമുക്ക് അതും ഓൾമോസ്റ്റ് ക്ലറിക്കലാണ് ഉണ്ടാവുക. പിന്നെ നമുക്ക് IBയിലൊക്കെയാണ് നമുക്ക് ജോബ് ഒന്നും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും അതിലുണ്ടാവും. വേക്കൻസീസ് ഞാൻ പറഞ്ഞു, കൂടുതലായിട്ടും വേക്കൻസീസ് വരുന്നത് CS അസിസ്റ്റൻറ്റ് തന്നെയാണ് സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസിൽ. കാരണം അതിൽ ഒരുപാട് മിനിസ്ട്രീസ് വരുന്നുണ്ടാവും. ആൻഡ് ദെൻ എക്സ്റ്റേണൽ അഫയേഴ്സിലും മറ്റ് എന്താ പറയുക ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ നിയർ അബൌട്ട് 50, 60, 70 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് എല്ലാ വർഷവും വേക്കൻസീസ് ഉണ്ടാവാറുള്ളത്. അടുത്തത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റാണ്. അതിൻ്റെ സാലറി നമുക്കറിയാം പേ ലെവൽ 7 തന്നെയാണ് വരുന്നത്. ആൻഡ് സിമിലർ ടു നമ്മൾ ഇതുവരെ പറഞ്ഞതെല്ലാം ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. പ്രൊമോഷൻ ചാൻസ് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് സൂപ്രണ്ടൻ്റ് ആണ് ആദ്യത്തെ പ്രൊമോഷൻ, ദെൻ സൂപ്രണ്ടൻ്റ്, ദെൻ സീനിയർ സൂപ്രണ്ടൻ്റ് എക്സെട്ര. അതിൽ ഫസ്റ്റ് പ്രൊമോഷൻ ഫസ്റ്റ് 5 വർഷം കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് സൂപ്രണ്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതാണ്. ആൻഡ് ജോബ് നേച്ചർ എന്ന് പറഞ്ഞാൽ കുറച്ച് എന്താ പറയുക ഹെക്ടിക് ജോബ് തന്നെയാണ് അതിലുള്ളത്. നമ്മൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് സർവീസിലെല്ലാം എന്താ പറയുക നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ പെർഫോമൻസ് പ്രഷേഴ്സ് തീർച്ചയായിട്ടും ഉണ്ടാവും. നമുക്ക് കുറേ ടാർഗറ്റ്സ് തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. പിന്നെ ഭയങ്കര റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. മാത്രമല്ല നിങ്ങൾ ഇൻസ്പെക്ടർ ആണെങ്കിലും നിങ്ങളുടെ അണ്ടറിൽ തന്നെ ചിലപ്പോൾ ഒരുപാട് പോസ്റ്റ് ഓഫീസുകൾ വരെ ഉണ്ടാവാം. സോ അതിൽ തന്നെ എന്താ പറയുക ഈവൻ ഒരുപാട് പവേഴ്സ് നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് റിലേറ്റഡായിട്ടുള്ള കുറേ പവേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം ഭയങ്കര കൂടുതലാണ് ഈ ഒരു പോസ്റ്റിനുള്ളത്. അതിന് പോസ്റ്റിംഗ് എന്ന് ഞാൻ പറഞ്ഞു എനിവേർ ഇൻ ഇന്ത്യ ആണെങ്കിൽ നമ്മളെ സ്വന്തം സ്റ്റേറ്റിൽ ജോലി ലഭിക്കാൻ സാധ്യത വളരെ വളരെ കൂടുതലുള്ളൊരു പോസ്റ്റാണിത്. ആൻഡ് വേക്കൻസീസും നിയർ അബൌട്ട് 100 അല്ലെങ്കിൽ 150, 200 റേഞ്ചിലാണ് നമുക്ക് എല്ലാ വർഷവും വേക്കൻസീസ് ഉണ്ടാവാറുള്ളത്. അടുത്തത് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റാണ്. ഇതും നല്ല ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു പോസ്റ്റ് തന്നെയാണ്. അതിൻ്റെ സാലറിയും സെയിം പേ ലെവൽ 7 മെട്രിക്സിൽ 7 തന്നെ വരുന്നതാണ്. ദെൻ അതിൻ്റെ പ്രൊമോഷൻ ചാൻസ് പറഞ്ഞാൽ ഫസ്റ്റ് ഈസ് ഇൻസ്പെക്ടർ കഴിഞ്ഞാൽ സൂപ്രണ്ടൻ്റ് നാർക്കോട്ടിക്സ്, ദെൻ അസിസ്റ്റൻറ്റ് നാർക്കോട്ടിക്സ് കമ്മീഷണർ, ഡെപ്യൂട്ടി നാർക്കോട്ടിക്സ് കമ്മീഷണർ എക്സെട്ര അങ്ങനെയാണ്. പക്ഷെ ഇതിൽ പ്രൊമോഷൻ ചാൻസ് കുറച്ച് കുറവാണ് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ അപേക്ഷിച്ച് നോക്കുമ്പം. ആൻഡ് ജോബ് നേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കെന്താണ് എന്താ പറയുക സ്മഗ്ലിംഗ് ഓഫ് ബാൻഡ് ഡ്രഗ്സ്. അപ്പോൾ അങ്ങനത്തെ അതിൻ്റെ സ്മഗ്ലിംഗ് ഒക്കെ എന്താ പറയുക അതൊന്ന് മോണിറ്റർ ചെയ്യുക, കൺട്രോൾ ചെയ്യുക. സോ നല്ല ക്ലറിക്കൽ ആൻഡ് എക്സിക്യൂട്ടീവ് ആണ് നമുക്ക് ഡിപ്പെൻഡ് എവിടെയാണ് പോസ്റ്റിംഗ് ലഭിക്കുന്നതിനനുസരിച്ചിട്ട് 2 ജോലി ഇതിനകത്തുണ്ടാവും. ഇതും നല്ല ഡിമാൻഡിങ് ആയിട്ടുള്ള പോസ്റ്റ് തന്നെയാണ്. ആൻഡ് അതിൻ്റെ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്താ പറയുക സൗത്ത് ഇന്ത്യയിലേക്ക് പോസ്റ്റിംഗ് എന്താ പറയുക നമുക്ക് കേരളത്തിലൊക്കെ കിട്ടാൻ കുറച്ച് ചാൻസ് കുറവാണ്. കൂടുതലായിട്ടും നോർത്ത് ഇന്ത്യയിലാണ് ഇതിൻ്റെ പോസ്റ്റിംഗ് കൂടുതലായിട്ടും വരാറുള്ളത്. ആൻഡ് വേക്കൻസീസും വളരെ കുറവാണ്. 20, 30 ആ റേഞ്ചിലാണ് നമുക്ക് അധികം വേക്കൻസീസ് ഉണ്ടാവാറുള്ളത്. അടുത്തത് ഡിവിഷണൽ അക്കൗണ്ടൻ്റ് ആണ്. ഡിവിഷണൽ അക്കൗണ്ടൻ്റ് ഇൻ C&AG. ഇതും നല്ല ഡിമാൻഡിങ് ആയിട്ടുള്ള പോസ്റ്റ് തന്നെയാണ്. അതിൻ്റെ സാലറി നമ്മൾ പേ ലെവൽ 6 വരുന്നത്. അബൌട്ട് 40 to 45,000 ആണ് സാലറി വരിക. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രൊമോഷൻ ഡിവിഷണൽ അക്കൗണ്ട് ഓഫീസർ 2, ദെൻ ഡിവിഷണൽ അക്കൗണ്ട് ഓഫീസർ 1, ദെൻ ഡിവിഷണൽ അക്കൗണ്ട്സ് സീനിയർ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ എക്സെട്ര അങ്ങനെയാണ് അതിൻ്റെ പ്രൊമോഷൻസ് വരുന്നത്. അതിൻ്റെ ജോബ് നേച്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് വർക്ക് നമ്മൾ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ മെയിൻ ജോലിയായിട്ട് വരിക.
പക്ഷേ അത് ഒരു കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ടുള്ള ജോലിയാണ് ഈ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എന്ന് പറഞ്ഞ ജോലി. പോസ്റ്റിംഗ് ഇപ്പം എനിവെയർ CA&AG ഓഫീസിലാണ് നമുക്ക് പോസ്റ്റിംഗ് ലഭിക്കുക എങ്കിലും കേരളത്തിൽ ഇതുവരെ ഈ പറഞ്ഞ ഡിവിഷണൽ അക്കൗണ്ടൻസിൻ്റെ വേക്കൻസീസ് കണ്ടത് കുറച്ച് കുറവാണ്. മറ്റ് നോർത്തേൺ സ്റ്റേറ്റിലാണ് ഇത് കൂടുതലായിട്ടും ഉണ്ടാവാറുള്ളത്, ഈ പോസ്റ്റ് ഉണ്ടാവാറുള്ളത്. അറൗണ്ട് ഒരു 100 അല്ലെങ്കിൽ 150 അറൗണ്ട് വേക്കൻസീസ് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. അടുത്ത നല്ലൊരു ഇമ്പോർട്ടൻറ്റ് പോസ്റ്റാണ് സബ് ഇൻസ്പെക്ടർ ഇൻ നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീൻ്റെ SI പോസ്റ്റാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല ഒരുപാട് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ആസ്പിരൻസ് ഇഷ്ടപ്പെടുന്ന ഒരു പോസ്റ്റാണ്. ഇതും പേ ലെവൽ 6 തന്നെ വരുന്നതാണ്. ആൻഡ് സാലറി 40,000 to 45,000 ആയിരിക്കും സാലറി ഉണ്ടാവുക. അതിൻ്റെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രൊമോഷൻ ഇൻസ്പെക്ടറാണ്, ദെൻ ഡെപ്യൂട്ടി സൂപ്രണ്ടൻറ്റ് എക്സെട്ര, അങ്ങനെ അതിൻ്റെ പ്രൊമോഷൻസ് വരുന്നത്. ആൻഡ് മെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമ്മളെ നാഷണൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ടെററിസം റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസും കാര്യങ്ങളുമാണ് നമ്മളെ ഡ്യൂട്ടീസ് ആയിട്ട് വരിക. അപ്പം നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു ടെററിസം റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ടാവും. പിന്നെ കുറച്ച് ട്രാവലിംഗ് ഒക്കെ ഡെഫിനറ്റ് ആയിട്ടും ഇതിൽ ഉണ്ടാവുന്നതാണ്, ഈ പോസ്റ്റിൽ ഈ ജോലിക്ക് ഉണ്ടാവുന്നതാണ്. പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് NIAൻ്റെ ഓഫീസ് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റിൽ തന്നെ ആയിക്കോളും നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല. ചിലപ്പം ഇനീഷ്യൽ പോസ്റ്റിംഗ് എന്തായാലും ഡൽഹിയിലായിരിക്കാം, പിന്നെ നമുക്ക് ഡിപ്പെൻഡ്സ് എവിടെയാണ് നമുക്ക് പോസ്റ്റിംഗ് കിട്ടാൻ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെ സ്റ്റേറ്റ് കേരളത്തിലും അതിൻ്റെ ഓഫീസ് ഉണ്ട്, കേരളത്തിലും നമുക്ക് പോസ്റ്റിംഗ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. വേക്കൻസീസ് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് ഇതിൽ ഉണ്ടാവാറുള്ളത്. അടുത്ത ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോസ്റ്റ് തന്നെയാണ്. ഇതും പേ ലെവൽ 6 വരുന്നതാണ്. സാലറി 40,000 to 45,000 ആണ്. ദെൻ അതിൻ്റെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, ദെൻ AD, അത് അസിസ്റ്റൻറ്റ് ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ, ജോയിൻറ്റ് ഡയറക്ടർ എക്സെട്ര ആണ് എൻ്റെ പ്രൊമോഷൻസ് വരിക. ഫസ്റ്റ് പ്രൊമോഷനൊക്കെ കുറച്ച് ഫാസ്റ്റായിട്ട്, ഇതിൽ കുറച്ച് പ്രൊമോഷൻ ചാൻസ് കുറച്ച് ഫാസ്റ്റാണ്. ഫസ്റ്റ് പ്രൊമോഷനൊക്കെ 4 to 5 ഇയേഴ്സ് കൊണ്ട് ഡെഫിനറ്റ് ആയിട്ടും ഉണ്ടാവും. ദെൻ അതിൻ്റെ ജോബ് നേച്ചർ എന്ന് പറഞ്ഞാൽ അതിന് രണ്ടും ഓഫീസ് ജോലിയും അതുപോലെ തന്നെ ഫീൽഡ് ജോലിയും രണ്ടും മിക്സ് ആയിട്ടാണ് ഉണ്ടാവാറുള്ളത്. പിന്നെ നമുക്ക് ഗവൺമെൻറ് പുതിയ സ്കീംസ് ഒക്കെ വരുമ്പോൾ അതിനു വേണ്ടിയുള്ള ഡാറ്റ കളക്ഷനും അത് അനലൈസ് ചെയ്യുക, സോ അങ്ങനത്തെ ജോലിയാണ് ഈ ഒരു എന്താ പറയുക ജോലി, അങ്ങനത്തെ കാറ്റഗറി ഓഫ് ജോബാണ് നമുക്കിതിലുണ്ടാവുക. പോസ്റ്റിംഗ് എനിവെയർ ഇൻ ഇന്ത്യ ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് വൈസ് ആണ്, നമുക്ക് നമ്മളെ സ്റ്റേറ്റിൽ തന്നെ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. എന്തായാലും നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മളെ സ്റ്റേറ്റിൽ തന്നെ, നിങ്ങളുടെ സ്റ്റേറ്റിൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും നമ്മളെ കേരളത്തിൽ തന്നെ നമുക്ക് ജോലി ലഭിക്കുന്നതാണ്. ആൻഡ് അപ്രോക്സിമേറ്റ് വേക്കൻസി അറൗണ്ട് 300-350 വേക്കൻസീസ് അധിക വർഷവും ഉണ്ടാവാറുണ്ട്. അടുത്തത് ഓഡിറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റാണ്. അത് CA&AG ഡിപ്പാർട്ട്മെൻറ്റിൽ, ദെൻ CGDA ഡിഫൻസ് ഓഡിറ്റിങ്ങിൽ വരുന്നുണ്ട്, ദെൻ CGA ആൻഡ് അതർ മിനിസ്ട്രീസിലാണ് ഓഡിറ്റർ എന്ന് പറഞ്ഞ വേക്കൻസി വരുന്നത്. അത് പേ ലെവൽ 5 വരുന്നതാണ്. അറൗണ്ട് സാലറി 32,000 to 35,000 നമുക്ക് മന്ത്ലി സാലറി ഉണ്ടാകുന്നതാണ്. അതിൻ്റെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രൊമോഷൻ സീനിയർ ഓഡിറ്ററാണ്. അത് നമുക്ക് ജോയിൻ ചെയ്തിട്ട് 3 ഇയേഴ്സ് കൊണ്ട് തന്നെ നമ്മൾ സീനിയർ ഓഡിറ്റർ ആവും. ദെൻ AO നിങ്ങൾക്ക് സീനിയർ ഓഡിറ്റർ ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് SAS എക്സാം പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ AO ആവാൻ പറ്റും. ഈവൻ മറ്റ് നോൺ ഗസറ്റഡ് പോസ്റ്റിലേക്കാട്ടും ഫാസ്റ്റായിട്ട് AO ഗസറ്റഡ് പോസ്റ്റിലേക്ക് എത്താൻ പറ്റിയൊരു പോസ്റ്റാണ് ഈ ഓഡിറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റ്. ദെൻ AO, സീനിയർ AO എക്സെട്ര അങ്ങനെയായിരിക്കും എൻ്റെ പ്രൊമോഷൻ വരിക. ജോബ് നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ CA&AGയിലാണെങ്കിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എക്സ്പെൻസുകളെല്ലാം ഓഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ CGDA ആണെങ്കിൽ ഡിഫൻസ് ആയിരിക്കാം, CGA ആണെങ്കിൽ ജനറൽ അക്കൗണ്ട്സ് ആണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ജനറൽ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ CGDA ആണെങ്കിൽ ഡിഫൻസ് ഓഡിറ്റിംഗ് ആയിരിക്കും അതിൽ ഉണ്ടാവുക. ദെൻ പോസ്റ്റിംഗ് ആണ് എനിവെയർ ഇൻ ഇന്ത്യ ആണെങ്കിൽ നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ, നമ്മുടെ സ്റ്റേറ്റിൽ നമുക്ക് ജോലി ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ CA&AG ഓഫീസിലോ അല്ലെങ്കിൽ ഡിഫൻസ് ഓഡിറ്റ് നമ്മളെ സ്റ്റേറ്റ് കേരളത്തിലുണ്ട്. സോ അവിടെയൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മളെ സ്റ്റേറ്റിൽ തന്നെ ജോലി ലഭിക്കും. ഇതെല്ലാം കൂടി ടോട്ടൽ മോർ ദാൻ 3,000 വേക്കൻസീസ് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അടുത്തത് ഓഡിറ്റർ പോലെ തന്നെ അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഉള്ളതാണ് അക്കൗണ്ടൻറ്റ് ബാർ ജൂനിയർ അക്കൗണ്ടൻറ്റ്. സെയിം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. CA&AGയും CGA ആൻഡ് അതർ മിനിസ്ട്രീസിൽ സെയിം എന്താണ് അതേ പേ ലെവലിൽ തന്നെ വരുന്ന പേ ലെവൽ 5 തന്നെ വരുന്ന പോസ്റ്റാണ്. ദെൻ അതിൻ്റെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ സീനിയർ അക്കൗണ്ടൻറ്റ്, ദെൻ AO എക്സെട്ര അങ്ങനെയാണ് അതിൻ്റെ പ്രൊമോഷൻസ് വരിക. ജോബ് നേച്ചർ എന്ന് പറഞ്ഞാൽ ഇത് കൂടുതലും ക്ലറിക്കൽ വർക്കുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഇപ്പം എന്താ പറയുക, ബില്ലുകൾ പാസ് ചെയ്യുക, ഡീലിംഗ് വിത്ത് പെൻഷൻ അല്ലെങ്കിൽ GPF റിലേറ്റഡ് മാറ്റേഴ്സ് ആയിരിക്കും. അങ്ങനെ ഒഫീഷ്യലായിട്ടുള്ള ഒരു കുറച്ചുകൂടി കാമായിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള ജോലിയാണ് ഈ അക്കൗണ്ടൻറ്റ് ഓർ ജൂനിയർ അക്കൗണ്ടൻറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിംഗ് നമുക്ക് എനിവെയർ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ആവാം.
അല്ലെങ്കിൽ പക്ഷേ എങ്കിലും നമുക്ക് നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ CNTGൻ്റെ ഓഫീസുകളൊക്കെ നമുക്ക് ട്രിവാൻഡ്രത്തുണ്ട്, തൃശ്ശൂരുണ്ട്, കോഴിക്കോടുണ്ട്, കോട്ടയത്തുണ്ട്. സോ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോസ്റ്റിംഗ് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്രോക്സിമേറ്റ്ലി 500-600 അറൗണ്ട് വേക്കൻസീസ് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. അടുത്തത് ടാക്സ് അസിസ്റ്റൻറ്റ് ഇൻ CBDT, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ടാക്സ് അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിൻ്റെ താഴെ വരുന്ന പോസ്റ്റാണ് ടാക്സ് അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റ്. അത് അതിൻ്റെ സാലറി പേ ലെവൽ 4 വരുന്നതാണ്. നിയർ അബൌട്ട് നമുക്ക് 30,000 to 35,000 അറൗണ്ട് നമുക്ക് സാലറി ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത്. ആൻഡ് അതിൻ്റെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രൊമോഷൻ സീനിയർ ടാക്സ് അസിസ്റ്റൻറ്റ്, ദെൻ ഇൻസ്പെക്ടർ. അവിടെ നമുക്ക് സീനിയർ ടാക്സ് അസിസ്റ്റൻറ്റ് നമുക്ക് വേണമെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിലേക്കും പോകാം, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഇൻസ്പെക്ടറിലേക്ക് പോകാൻ പറ്റും. ഇൻസ്പെക്ടേഴ്സിലേക്കാണ് നമുക്കറിയാം ഇൻസ്പെക്ടർ, ദെൻ ITO, ദെൻ AC അസിസ്റ്റൻറ്റ് കമ്മീഷണർ, അങ്ങനെയായിരിക്കും നമ്മളെ പ്രൊമോഷൻ ചാൻസ് ഉണ്ടാവുക. സീനിയർ TA ആവാൻ ഒരു 3 to 4 years കൊണ്ട് ഡെഫിനറ്റ് ആയിരുന്നു നിങ്ങൾ സീനിയർ TA ആവാൻ പറ്റും. ആൻഡ് ദെൻ ടു ഇൻസ്പെക്ടർ അറൗണ്ട് ഒരു 5 or 7 years കൊണ്ട് തീർച്ചയായിട്ടും ഇൻസ്പെക്ടർ ആവാൻ പറ്റിയൊരു പോസ്റ്റാണ് ടാക്സ് അസിസ്റ്റൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്പെക്ടർ ആവാൻ പറ്റിയിട്ടില്ലെങ്കിലും ടാക്സ് അസിസ്റ്റൻ്റ് ആയാലും വിത്തിൻ 7 വർഷം കൊണ്ടൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻസ്പെക്ടേഴ്സ് ആവാൻ പറ്റും. ജോബ് നേച്ചർ എന്ന് പറഞ്ഞാൽ ഡെസ്ക് ജോബാണ്. നമ്മൾ എന്താ പറയുക, ടാക്സ് റിട്ടേൺസും കാര്യങ്ങളൊക്കെ അസസ് ചെയ്യുക, വെരിഫൈ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇൻഡിവിജ്വൽസിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക ബിസിനസ്സിൻ്റെ ഒക്കെ ടാക്സ് റിട്ടേൺസ് അസസ് ചെയ്യാനൊക്കെ ആയിരിക്കും നമ്മുടെ ജോലി ഉണ്ടാവുക. അതുപോലെ നമ്മൾ സീനിയർ ഒഫീഷ്യൽസിൽ അസിസ്റ്റ് ചെയ്യേണ്ടതായിട്ടും വരും. പോസ്റ്റിംഗ് നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ആവാം. എന്നിരുന്നാലും നമുക്ക് നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കേരളത്തിൽ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ ജോലി ലഭിക്കും. വേക്കൻസീസ് അറൗണ്ട് നന്നായിട്ട് കൂടുതൽ ഉണ്ടാവാറുണ്ട്. അറൗണ്ട് 1500 അല്ലെങ്കിൽ 1500 പുറത്ത് വേക്കൻസീസ് അധിക വർഷങ്ങളിലും ഇതിൽ ഉണ്ടാവാറുണ്ട്. അടുത്തത് ടാക്സ് അസിസ്റ്റൻറ്റ് തന്നെയാണ് CBICയിൽ. അത് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ടാക്സ് അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റാണ്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പേ ലെവൽ 4 തന്നെ വരുന്നതാണ്. അതിൻ്റെ ഫസ്റ്റ് പ്രൊമോഷൻ സീനിയർ TA ആണ്. ദെൻ സീനിയർ TA ആയതിനു ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിലേക്ക് പോകാൻ പറ്റും. അതല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് വിങ് ആയിട്ടുള്ള നമുക്ക് ഇൻസ്പെക്ടർ, സൂപ്പറിൻറ്റൻഡൻറ്റ്, AC, DC ആ ഒരു ലെവലിലേക്കും പോകാൻ പറ്റും. ഇപ്പോൾ ടാക്സ് അസിസ്റ്റൻ്റ് ആയാൽ വിത്തിൻ 3 years കൊണ്ട് നമുക്ക് സീനിയർ ടാക്സ് അസിസ്റ്റൻ്റ് ആകാൻ പറ്റും. ദെൻ അടുത്ത പ്രൊമോഷൻ ഇൻസ്പെക്ടറാണ്. അവിടുന്ന് ഒരു 5 to 6 years കൊണ്ട് നമുക്ക് ഇൻസ്പെക്ടർ ആകാൻ പറ്റും. നമ്മൾ ഇൻസ്പെക്ടറിൽ പറഞ്ഞ പോലെയുള്ള പ്രൊമോഷൻസ് ആണ് നമുക്ക് അതിലും ഉണ്ടാവുക. ജോബ് നേച്ചർ എന്ന് പറഞ്ഞാൽ ക്ലറിക്കൽ ജോബാണ്. അതിലൊരു അഡ്മിനിസ്ട്രേറ്റീവ് വർക്കാണ് കൂടുതലായിട്ടും നമുക്ക് ഉണ്ടാവുക. പോസ്റ്റിംഗ് എനിവെയർ ഇൻ ഇന്ത്യ ആണെങ്കിലും നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ, നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ ജോലി തീർച്ചയായിട്ടും ഇതിൽ കിട്ടുന്നതാണ്. വേക്കൻസീസ് അറൗണ്ട് 600, ചിലപ്പോൾ മോർ ദാൻ 1000 വേക്കൻസീസൊക്കെ ഉണ്ടാവാറുണ്ട്. അടുത്തത് സബ് ഇൻസ്പെക്ടർ ഓഫ് നാർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ സബ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റ്. നേരത്തെ നമ്മൾ നാർക്കോട്ടിക്സിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിൽ നമ്മൾ പറഞ്ഞു ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം അതിൻ്റെ ജോബ് പ്രൊഫൈൽ ഓൾമോസ്റ്റ് സിമിലർ ആണ് ഈ സബ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റ് വരുന്നത്. പക്ഷേ ഇത് പേ ലെവൽ 4 വരുന്നത്. ആൻഡ് അതിൻ്റെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രൊമോഷൻ ഡെഫിനറ്റ്ലി ഇൻസ്പെക്ടർ തന്നെയാണ്. പിന്നെ നമ്മൾ ഇൻസ്പെക്ടറിൽ പറഞ്ഞ പോലെ തന്നെ സൂപ്രണ്ട് ഓഫ് നാർക്കോട്ടിക്സിന് അസിസ്റ്റൻറ്റ് നാർക്കോട്ടിക്സ് കമ്മീഷണർ, ഡെപ്യൂട്ടി നാർക്കോട്ടിക്സ് കമ്മീഷണർ എക്സെട്ര, അങ്ങനെയാണ് പ്രൊമോഷൻ ചാൻസ് വരുന്നത്. ജോബ് നേച്ചർ നമ്മൾ പറഞ്ഞ നാർക്കോട്ടിക്സിൽ നേരത്തെ പറഞ്ഞ അതേ ജോബ് പ്രൊഫൈലാണ് ഇതിലും വരുന്നത്. ആൻഡ് മറ്റ് ഇൻസ്പെക്ടേഴ്സിനെയൊക്കെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതുമാണ് ഇതിൻ്റെ സബ് ഇൻസ്പെക്ടേഴ്സിൻ്റെ ജോലി വരിക. ദെൻ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എനിവെയർ ഇന്ത്യയിൽ ആണ്. പക്ഷേ എന്നിരുന്നാലും കൂടുതലും നമുക്ക് നോർത്തേൺ സ്റ്റേറ്റിലാണ് നമുക്ക് എന്ത് വരിക അതിൻ്റെ വേക്കൻസീസ് അല്ലെങ്കിൽ പോസ്റ്റിംഗ് വരാറുള്ളത്. വേക്കൻസീസും കമ്പാരിറ്റീവ്ലി കുറവാണ്. ദീസ് ആർ ദ ഡിഫറെൻറ്റ് ജോബ്സ് ത്രൂ SSC CGL എക്സാം. SSC ഈ വലിയൊരു അവസരം നമുക്ക് എല്ലാ വർഷവും നൽകാറുണ്ട്. എല്ലാ വർഷവും 12,000 മുതൽ 13,000 വരെ വേക്കൻസീസ് ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിൻ്റെ 1% മാത്രമേ നമ്മുടെ കേരളത്തിൽ നിന്നും റിക്രൂട്ട് ചെയ്യപ്പെടാറുള്ളൂ. നമുക്കത് തിരുത്തിയെഴുതുക തന്നെ വേണം. കേരളത്തിലെ എല്ലാ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും നമ്മൾ മലയാളികളുടെ സാന്നിധ്യം തീർച്ചയായും വേണം. നോട്ടിഫിക്കേഷൻ്റെ 6 മാസം മുന്നേ നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുകയാണെങ്കിൽ, ആൻഡ് ഇഫ് യു ആർ ഗിവിംഗ് ആൻ ഓൾ ഔട്ട് എഫേർട്ട്, I guarantee you that you will succeed in this examination. Dear friends, എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. Thank you for watching this video. I'll see you in the next video. Till then, you take care.